അപ്പോൾ ആദ്യം നമുക്ക് ഗാസയിൽ വെടിനിർത്തലിന് ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഗാസയിൽ വെടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് ഹമാസ് കരാറുകൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. ഗാസയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ വേളയിൽ എല്ലാവരും ചർച്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു. KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. KP, വെരി ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മളെ തേടിയെത്തിയത് വളരെ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ്. എത്രയോ കാലമായി അവിടെ തുടരുന്ന രക്തച്ചൊരിച്ചിലാണ്. നമുക്കറിയാം, ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധ ഭീതിയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് ഈ ഗാസയിൽ ഇത്തരത്തിൽ വീണ്ടും ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഓടുകൂടി ഇസ്രായേൽ വീണ്ടും നടത്തുന്നത്. 95 പലസ്തീനുകളോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ നമുക്ക് മുന്നിലുള്ളത്. എന്നാലും അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ നമ്മളെ തേടിയെത്തിയത് ഒരു സമാധാനത്തിന്റെ വാർത്തയാണ് എന്നത് ആശ്വാസകരമല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അത് ആര്യ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപ്രകാരം ഇസ്രയേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നു. ഇസ്രയേൽ ഈ ഉടമ്പടി അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രതികരണം. അതോടൊപ്പം തന്നെ ഗാസ ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും എന്ന പ്രതികരണവും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുണ്ട്. നിലവിൽ 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അങ്ങനെയെങ്കിൽ ഈ 60 ദിവസത്തിന് ഉള്ളിൽ വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നും ആ ചർച്ചയിലൂടെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തും എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ ഇടപെടലിലൂടെ തന്നെ ഖത്തറും ഈജിപ്തും നിരന്തരമായി ഇസ്രയേലുമായി വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ തന്നെ അംഗങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധികൾ ഇസ്രയേലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ചയിൽ, ആ സംസാരത്തിൽ, ആ ചർച്ചയിൽ ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ആ ധാരണയിൽ ഇപ്പോൾ ഇസ്രയേലിന് സമ്മതമാണ് എന്നുമുള്ള പ്രതികരണം എത്തുന്നത്. പക്ഷേ ആര്യ, എന്താണ് ഈ ഉടമ്പടിയെന്നോ എന്തൊക്കെ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിലേക്ക് പോകുന്നത് എന്നതോ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കറിയാം, ട്രംപിൻ്റെ ഒരു പ്രതികരണ സ്വഭാവം നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ സംഘർഷം, ആ സംഘർഷത്തിനിടയിലും വെടിനിർത്തലിലേക്ക് എത്തുന്നു എന്ന പ്രതികരണം ആദ്യമായി പുറത്തേക്ക് വന്നത് ഡൊണാൾഡ് ട്രംപിലൂടെയായിരുന്നു. തൻ്റെ ഇടപെടലിലൂടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യ ഇത് അംഗീകരിച്ചിരുന്നില്ല. നിലവിൽ പക്ഷേ ഇസ്രയേലിൻ്റെ കാര്യം വ്യത്യസ്തമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇസ്രയേലും ഗസയും തമ്മിലുള്ള പോരാട്ടം, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം, ആ വിഷയങ്ങളിലെല്ലാം ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടിരുന്നു. അമേരിക്കയുടെ അതാണ് ട്രംപിന്റെ ഒരു സ്വഭാവവും സവിശേഷതയും ഒക്കെ നോക്കിയാൽ നമുക്ക് ഇത് എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KP, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. വളരെ സമാധാനം തോന്നിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പങ്കുവെക്കുന്ന ഒരു വാർത്ത എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ. ട്രംപ് പറയുന്നത് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ ഇസ്രായേൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യവസ്ഥകളെക്കുറിച്ചൊന്നും ട്രംപ് വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും ട്രംപ് പറയുന്നത് പോലെ ഇത് നടപ്പായാൽ അത് ലോകത്തിന് എമ്പാടും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വാസകരമാകുന്ന ഒരു വാർത്തയായിരിക്കും, അല്ലേ? തീർച്ചയായും ലോകം കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ ട്രംപിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപാണ് പറയുന്നത് എന്നതുകൊണ്ട് എത്രത്തോളം വിശ്വസിക്കാം എന്നതിനെ കുറിച്ചുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കോമൺ ത്രെഡ് നമുക്ക് കാണാം. ഇന്ത്യ പാകിസ്ഥാൻ, അതായത് ഓപ്പറേഷൻ സിന്ധൂർ, അതിനുശേഷം 4 ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്യുന്ന വെടിനിർത്തൽ കരാർ, അതുപോലെ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറും അനൗൺസ് ചെയ്യുന്നത് ട്രംപാണ്. ഇവിടെ ട്രംപ് ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ലോകത്തെല്ലായിടത്തുമുള്ള കോൺഫ്ലിക്ട്, അത് തന്റെ ഒരു ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഒരു പ്രോമിസ് കൂടിയാണ്. ലോകത്ത് ഒരിടത്തും അമേരിക്ക ഇടപെടില്ല, ലോകത്തെല്ലായിടത്തും സമാധാനം സ്ഥാപിക്കാൻ താൻ മുന്നിട്ടിറങ്ങും. ആ ഒരു
പ്രോമിസ് നിറവേറ്റുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേലുമായി ട്രംപിന് സംസാരിക്കാൻ സാധിക്കും. തീർച്ചയായും ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ ട്രംപ് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിമാനങ്ങൾ അയച്ചുകൊണ്ട് ബങ്കർ ബസ്റ്ററുകൾ അയച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നടപടികൾ അവസാന യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് കലാശിച്ചു. അദ്ദേഹം തന്നെയാണ് അനൗൺസ് ചെയ്തത്. സമാനമായ രീതിയിലാണ് ഗാസയിലെ നരഹത്യ. അത് അവസാനിക്കേണ്ടതുണ്ട്. ഇസ്രായേലിനുള്ളിൽ തന്നെ ഒരു വലിയ മുറവിളി ഉയരുന്നുണ്ട്. ഇത് ഇനഫ് ഇസ് ഇനഫ്, ഇനി ഇത് മുന്നോട്ട് പോകാനാവില്ല. 58,000-ൽ പരം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു കഴിഞ്ഞു. 1,00,000-ലധികം പേര് അംഗഭംഗം വന്നു കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും നിരപരാധികളും ഏറെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അതൊരു ഭൂമിയിലെ നരകമായി മാറിയിരിക്കുന്നു. 365 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു കോൺക്ലേവായ ഗാസ. അവിടെ ഒരു കാരണവശാലും ബന്ദിമോചനം സാധ്യമാകുന്നില്ല. ഇത്രയും കാലമായി ഒക്ടോബർ 7, 2023 ശേഷം ഇത്രയധികം കാലമായിട്ടും 1.5 വർഷം കഴിയുമ്പോഴും ഈ ഒരു വെടിനിർത്തൽ സാധ്യമാകാതെ ഇരിക്കുന്നു. 2 പ്രാവശ്യം വെടിനിർത്തൽ സാധ്യമായി. പക്ഷെ 2 പ്രാവശ്യവും ബന്ദിമോചനം ഭാഗികമായി നടന്നു. പൂർണ്ണമായ രീതിയിൽ ബന്ദിമോചനം സാധ്യമായിട്ടില്ല. ഒരുപക്ഷെ ശാശ്വത പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന നിലയിലാണ്. ഇടയ്ക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നു. ഗാസയെ ഒരു റിവിയറയാക്കി മാറ്റിയെടുക്കും, അതുപോലെ മറ്റ് ഗാസ ജനതയെ അവിടെ ഒഴിപ്പിക്കും. അപ്പൊ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള പദ്ധതികൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹമാസ് ആയുധം താഴെ വയ്ക്കുമോ? അതാണ് ഉയർന്ന ചോദ്യങ്ങൾ. ഹമാസ് ആയുധം താഴെ വെക്കുമോ? ഹമാസ് അവിടുത്തെ ഭരണത്തിൽ നിന്ന് മാറുമോ? ഗാസയുടെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഒരു ഇന്റീരിയം ഗവൺമെന്റ് സംവിധാനം ഉണ്ടാകുമോ? അറബ് രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുമോ? അതുകൊണ്ട് ഇത് ഇസ്രായേലും ഗാസയും മാത്രം തീരുമാനിക്കാവുന്ന, അമേരിക്കൻ മധ്യസ്ഥതയിൽ തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല. ഈ അമേരിക്കൻ മധ്യസ്ഥത എന്നതും ഗാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ് എത്രത്തോളം അംഗീകരിക്കും എന്നതും വിഷയമാണ്. ഇറാൻ അതിലൊരു വലിയ പങ്കാളി തന്നെയാണ്. ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ തീരുമാനമെടുക്കാൻ കഴിയൂ. കാരണം ഗാസയിലെ ഹമാസിനെ സഹായിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായും ഇറാനാണ്. അപ്പൊ ഇറാന്റെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ഇടപെട്ടുകൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചു എന്നത് വിശ്വസിക്കാവുന്ന വിവരമാണ് എങ്കിൽ തീർച്ചയായും ഗാസയുടെ പ്രശ്നം ഭാഗികമായി പരിഹരിക്കപ്പെടും. അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ് ആദ്യം കടന്നു വരേണ്ടത്. ഈ അവിടെയുള്ള 22-23 ലക്ഷം ആളുകൾ കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഡിസ്പ്ലേസ്മെന്റിലുമാണ്. അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് കാര്യം ഈ 60 ദിവസത്തെ വെടിനിർത്തൽ, 2 മാസ കാലത്തെ വെടിനിർത്തൽ ഒരു ഗുണപരമായ പരിവർത്തനം ഗാസയുടെ മണ്ണിനെ കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടമാക്കുക. അവിടെ റീകൺസ്ട്രക്ഷൻ വർഷങ്ങൾ എടുക്കുന്ന പ്രക്രിയയായിരിക്കും റീകൺസ്ട്രക്ഷൻ. ഇനി ഗാസയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താണ്? ഏത് രീതിയിലുള്ള ഭരണകൂടമാണ് വരേണ്ടത്? കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഭരണാധികാരികൾ ഗാസയുടെ ഹമാസിനെ തിരസ്കരിച്ചുകൊണ്ട് പ്രസ്താവന പിന്നെ ഉണ്ടായി. അതുകൊണ്ട് ഗാസ വെസ്റ്റ് ബാങ്ക്, ഹൈഫനേറ്റഡ് ഗാസ വെസ്റ്റ് ബാങ്ക് എന്ന ഒരു പലസ്തീനിയൻ അതോറിറ്റിയുടെ രൂപീകരണത്തിന് വരെ ഇടയാക്കാവുന്ന രീതിയിൽ ട്രംപ് ഒരുപക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ട്രംപിന്റെ ആഗ്രഹം ലോകത്തിന് സമാധാന ദൂതനായി താൻ അറിയപ്പെടുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് നോബൽ സമ്മാനം എന്നത് ഒരു പരീക്ഷയ്ക്കായി തുടരാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഒരുപക്ഷെ നൊബേൽ സമ്മാനദാന കമ്മിറ്റിക്ക് സ്വീകാര്യമാകുന്ന മാർഗങ്ങൾ ആകണമെന്നില്ല. സമ്മർദ്ദത്തിലൂടെ, ബലപ്രയോഗത്തിലൂടെ സമാധാനം എന്നതൊന്നും ഒരുപക്ഷെ ആ ഒരു സമാധാന നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിന് അർഹനാക്കിയെന്നിരിക്കില്ല. എങ്കിലും ബൈ ഹുക്ക് ഓർ ദ ക്രൂക്ക് സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റേതായ ഒരു കയ്യൊപ്പ്, അദ്ദേഹത്തിന്റേതായ ഒരു ഇന്റലക്ച്വൽഷിപ്പ് അതിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകം നിശ്വാസങ്ങൾ ഉതിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ